പാലക്കാട്ടേക്ക് പോവാം അല്ലേ? കുറച്ച് ദിവസങ്ങൾ മാറ്റിവെച്ചു എന്നേ ഉള്ളൂ. അത് അനിവാര്യവുമായിരുന്നു. കാരണം കൽപ്പാത്തി രഥോത്സവം സംബന്ധിച്ച് പാലക്കാട് പക്ഷേ രാഷ്ട്രീയ പോര് നീട്ടിക്കിട്ടിയ ദിവസങ്ങളും കൂടെ ചേർത്തുകൊണ്ട് നല്ല മുറുക്കമുണ്ട്. ദേശീയ നേതാക്കളെ അടക്കം കളത്തിലിറക്കി പ്രചാരണം ഏറ്റവും ആവേശകരമാക്കുകയാണ് മുന്നണികൾ. ഇന്ന് യുവമോർച്ച ദേശീയ അധ്യക്ഷൻ തേജസ്വി സൂര്യ അടക്കം പ്രചരണത്തിന് പാലക്കാട് എത്തുന്നുണ്ട്. അരുൺ കൊടുങ്ങൂർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, നമസ്തേ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ആവേശം അങ്ങ് കൊടുമ്പിരിക്കൊള്ളുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അല്ലേ? കാരണം യുവാക്കളെ അടക്കം സംഘടിപ്പിച്ചുകൊണ്ട് വലിയ തോതിൽ പ്രചരണം മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ഈ കൊട്ടിക്കലാശം എന്ന് സാധാരണ ഒരു ദിവസമാണ്, പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നു മുതൽ ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും പാലക്കാട് കൊട്ടിക്കലാശം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഒരുപക്ഷെ പോയേക്കും. അരുൺ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു വശത്ത് കൽപ്പാത്തി രഥോത്സവം, അത് പാലക്കാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വൈകാരികതയാണ്. അത് ഒരു വലിയ ആഘോഷമാണ്, പ്രൗഢമായ ആഘോഷം, പാരമ്പര്യത്തിന്റെ പ്രൗഢിയിൽ നടക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു ആഘോഷമാണ്. മറുവശത്ത് കടുത്ത ചൂട്, അതിനൊപ്പമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് ഈ പാലക്കാട് ഒന്നാകെ മാറുകയാണ്. 13-ാം തീയതി തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിലായിരുന്നു മുന്നണികളൊക്കെ തന്നെ ആ ഒരു ചാർട്ടുകളൊക്കെ തന്നെ ഫിക്സ് ചെയ്തിരുന്നത്. പക്ഷെ അതിന് അപ്പുറത്തേക്ക് 20-ാം തീയതിക്ക് തെരഞ്ഞെടുപ്പ് മാറ്റിയതോടെ വീണ്ടും തെരഞ്ഞെടുപ്പ് ആവേശം വർദ്ധിപ്പിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ് മുന്നണികൾ. കാരണം പാലക്കാടിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഒരു സമയം കൂടിയാണിത്. കാരണം പ്രവചനത്തിന് അപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയ മത്സരം, എല്ലാ ഘടകങ്ങളും സ്വാധീനങ്ങളും എല്ലാം തന്നെ നിർണായകമാകുന്ന ഓരോ വോട്ടും, അങ്ങനെ തന്നെ എടുത്തു പറയേണ്ടി വരും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടും ഏറ്റവും നിർണായകമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് കൂടി ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം പ്രാദേശിക വിഷയങ്ങൾ ഇവിടെ കൃത്യമായി ചർച്ചയാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന രാഷ്ട്രീയം കൃത്യമായി ചർച്ചയാകുന്നുണ്ട്, ദേശീയ രാഷ്ട്രീയം കൃത്യമായി ചർച്ചയാകുന്നുണ്ട്, പാലക്കാടിന്റെ സമഗ്ര വികസനം കൃത്യമായി ചർച്ചയാകുന്നുണ്ട്. മുനമ്പം വിഷയം, ഏറ്റവും ഒടുവിൽ ഇടത് വലത് മുന്നണികൾ ചർച്ചയാക്കാൻ ഒട്ടും ആഗ്രഹിക്കാത്ത മുനമ്പം വിഷയം, അതായത് വഖഫിന്റെ വിഷയം സജീവ ചർച്ചയാകുന്നു. അത് മുന്നിൽ നിന്ന് നയിക്കുന്നത് പാലക്കാട് രൂപതയാണ് എന്നുള്ള സവിശേഷത കൂടി ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും കൃത്യമായ ഒരു നിലപാട് ഈ വഖഫിന്റെ വിഷയത്തിൽ രൂപത എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അത് വലിയൊരു രാഷ്ട്രീയ ചർച്ചയായി തന്നെ ഇവിടെ മാറുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് ജനകീയ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ, അതായത് കർഷകരുടെ പ്രശ്നങ്ങൾ കൂടി ഏറ്റവും സജീവമായി ചർച്ചയാകും. ഇന്നലെ നമുക്കറിയാം ട്രാക്ടർ റാലി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും അതോടൊപ്പം തന്നെ സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രനും സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ നയിക്കുന്ന ട്രാക്ടർ റാലിയൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും കൃത്യമായി ചർച്ചയാക്കിക്കൊണ്ട് കൃത്യമായ രീതിയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പായി തന്നെ ഇത് മാറുന്നു. രാഷ്ട്രീയ പോര് അത് അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലേക്കാകുന്നു. ആരോപണ ശരങ്ങൾ അത് കൃത്യമായി തന്നെ ഓരോ മുന്നണികളും ഉന്നയിക്കുന്നു. ഇന്ന് യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷൻ തേജസ്വി സൂര്യ അടക്കമുള്ള നേതാക്കളെ കളത്തിലിറക്കിക്കൊണ്ടാണ് ഇന്ന് കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അരുൺ കൊടുങ്ങൂറാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്.